മണിപ്പൂരിൽ ബിരേൻ സിംഗ് രാജിവെച്ചതോടെ പുതിയ മുഖ്യമന്ത്രിയെ നിയമിക്കാനുള്ള നീക്കങ്ങളിലാണ് ബിജെപി. സ്പീക്കർ സത്യബ്രത സിംഗ്, മുൻ സ്പീക്കർ വൈ.കെ. സിംഗ് എന്നിവരുടെ പേരുകൾ ചർച്ചകളിൽ ഉയർന്നു വരുന്നുണ്ട്. ആർ രാകേഷ് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന്. രാകേഷ്, ഒരുപക്ഷെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നെങ്കിൽ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ ബിരേൻ സിംഗിനെതിരെ വോട്ട് ചെയ്തേക്കുമെന്ന ആശങ്ക ഏറ്റവും അവസാന ഘട്ടത്തിൽ അവസാനം വരെ എല്ലാ പഴുതും നോക്കിയിട്ടും നടക്കാതെ വന്നപ്പോഴാണ് രാജി. പക്ഷെ ഇനിയൊരാളെ തെരഞ്ഞെടുക്കുമ്പോൾ ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന് മുന്നിലുള്ള വെല്ലുവിളി അതാണ്. കുക്കികളുടെ വിശ്വാസം നേടേണ്ടതുണ്ട്. മെയ്തേയ് വിഭാഗത്തിന്റെ ആളായി നിന്ന മുഖ്യമന്ത്രി എന്ന ചീത്തപ്പേര് ബിരേൻ സിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം മറികടന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരാൾ വന്നില്ലെങ്കിൽ കൂടുതൽ രൂക്ഷമാവും. അതുകൂടി മുന്നിൽ കണ്ട് ഏത് ഓപ്ഷനിലേക്ക് പോകാനാണ് സാധ്യതയുള്ളത്? ശ്രീജ, ഏതായാലും കണക്കുകൾ നോക്കുമ്പോൾ ബി.ജെ.പി. സുരക്ഷിതമാണ്. മാത്രവുമല്ല, ഈ കലാപം നടന്നിപ്പോൾ ഏതാണ്ട് 2 കൊല്ലത്തോടടുക്കുന്നു. 21 മാസമാകുന്നു. ഈ 21 മാസവും പല നേതാക്കളും പലതവണ നേതാക്കളെ കേന്ദ്രത്തിലെത്തി, ഡൽഹിയിലെത്തി നേതാക്കളോട് ഈ ആവശ്യം ഉന്നയിച്ചു, മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചു. അപ്പോഴെല്ലാം തന്നെ ബിരേൻ സിംഗിനെ സംരക്ഷിച്ചു പോരുകയായിരുന്നു ബി.ജെ.പി. ദേശീയ നേതൃത്വം. ഇപ്പോൾ ഏതായാലും ഇത്തരമൊരു നീക്കത്തിലേക്ക് കടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷം കൊണ്ടുവരാൻ പോകുന്ന അവിശ്വാസ പ്രമേയം തന്നെയാണ്. കാരണം ഈ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കാനിരിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് തലേ ദിവസം ഇപ്പോൾ ബിരേൻ സിംഗ് ഇന്നലെ വൈകിട്ട് രാജിവെച്ചിരിക്കുന്നത്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ 60 അംഗ നിയമസഭയിൽ 32 അംഗങ്ങൾ ബി.ജെ.പിക്കുണ്ട്. അതായത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം അവർക്കുണ്ട്. NPP മേഘാലയയിലെ ഭരണകക്ഷിയാണ്. അവർ ഈ സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. നേരത്തെ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ ബിരേൻ സിംഗ് പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് പിന്തുണ പിൻവലിച്ചതാണ്. JDU, നിതീഷ് കുമാറിന്റെ JDUവിന് അവിടെ 6 അംഗങ്ങളുണ്ട്. അവരും ഈ അടുത്തിടെ 1 മാസം മുമ്പ് പിന്തുണ പിൻവലിച്ചിരുന്നു. അങ്ങനെ പല ഘടകകക്ഷികളും പിന്തുണ പിൻവലിക്കുന്നത് സർക്കാരിനൊപ്പം ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ പോലും ബിരേൻ സിംഗിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നിലവിലെ സ്പീക്കർ അടുത്തിടെ കഴിഞ്ഞ 5-ാം തീയതി ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ സ്പീക്കർ ഉന്നയിച്ച കാര്യം പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന് അറിയിച്ചു. അമിത്ഷാ അതിന് നൽകിയ മറുപടി അത് തടയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ദേശീയ നേതാക്കൾ ചോദിച്ചു. പക്ഷേ അതിന് സാഹചര്യമില്ല എന്ന് അദ്ദേഹം മറുപടി നൽകി. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് രാജിയിലേക്ക് അടക്കം പോകുന്ന കാര്യത്തിലേക്ക് എത്തിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ പാർട്ടിയിൽ നിന്നടക്കം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം 60 അംഗ നിയമസഭയിൽ 10 പേർ കുക്കി MLA-മാരാണ്. അതിൽ തന്നെ 7 പേർ ബി.ജെ.പി. അംഗങ്ങളാണ്, 2 പേർ മന്ത്രിമാരുമാണ്. അവരടക്കമുള്ളവർ ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ മുഖ്യമന്ത്രി പരാജയപ്പെട്ടു, ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുമെന്ന് ആരോപിച്ചപ്പോൾ പോലും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് കേന്ദ്ര നേതൃത്വം, ദേശീയ നേതൃത്വം സ്വീകരിച്ചു പോകുന്നു. പക്ഷേ ഈ അവിശ്വാസ പ്രമേയം അടക്കം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടിലേക്ക് ഇപ്പോൾ നേതൃത്വം എത്തിച്ചേരാൻ കാരണം. ഒപ്പം തന്നെ മെയ്തേയ് വിഭാഗത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്വീകാര്യത ഇപ്പോൾ ബിരേൻ സിംഗിനില്ല. ഒപ്പം കുക്കി വിഭാഗത്തിന് കടുത്ത അതിർത്തിയുണ്ട്, സഖ്യകക്ഷികളുടെ എതിർപ്പ്, ഇതെല്ലാം കൂടി ഇതിനൊപ്പം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ രാജിയിലേക്ക് നയിച്ചത്. ഏതായാലും 2 പേരുകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് സജീവമായി പരിഗണിക്കുന്നത്. ഒന്ന് ഖേംചന്ദ് സിംഗ്, നിലവിൽ അദ്ദേഹം സ്പീക്കറാണ്. ഒപ്പം തന്നെ വിശ്വജിത് സിംഗ് തുടങ്ങിയ മുതിർന്ന നേതാവാണ് അദ്ദേഹം. തുടങ്ങിയ പേരുകളും ഇപ്പോൾ ചർച്ചയിലുണ്ട്. പക്ഷേ വലിയ കൂടിയാലോചനയ്ക്ക് ശേഷം ഒരു തീരുമാനത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ ബി.ജെ.പി. കൈക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം 2 വിഭാഗങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഒരു കലാപമാണ്. അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും നിലവിൽ തന്നെ മെയ്തേയ് വിഭാഗത്തിനൊപ്പം നിൽക്കുന്ന കടുത്ത വിമർശനം ബി.ജെ.പി. നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കരുതലോടുകൂടിയായിരിക്കും നിലപാട്. അജയ് ഭല്ലയാണ് അവിടുത്തെ ഗവർണർ. നേരത്തെ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കൂടിയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഡൽഹിയിലെത്തി അമിത്ഷായുമായി ചർച്ച നടത്തി കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമായിരിക്കും അത്തരമൊരു തീരുമാനത്തിലേക്ക് ഈ ഘട്ടത്തിൽ ബി.ജെ.പി. കടക്കുക. ശരി രാകേഷ്, ഇതോടൊപ്പം മറ്റൊരു സാധ്യത ഒരുപക്ഷെ നേരിട്ടൊരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമോ എന്ന ചർച്ചകൾ കൂടി ഉയരുന്നുണ്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ പാർട്ടി തന്നെ സജസ്റ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. ഡൽഹിയിലും സമാനമായ രീതിയിലാണല്ലോ രാകേഷ് ഈ മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകളൊക്കെ ബി.ജെ.പി. തുടരുന്നുണ്ട്. പക്ഷേ ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പര്യടനത്തിന് പോകുന്നതിന് മുൻപ് ഒരു പ്രഖ്യാപനം വന്നേക്കും. ഇന്നലെ ധൃതിയിലുള്ള കൂടിക്കാഴ്ച കണ്ടപ്പോൾ അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ തിരിച്ചു വന്ന ശേഷമേ പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. ഏതൊക്കെ പേരുകളാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്? സൂചന ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നലെ വൈകിട്ട് ചേർന്ന MLA-മാരുടെ യോഗത്തിൽ അത്തരം ചർച്ചകളിലേക്ക് കടന്നില്ല എന്നാണ് ഇപ്പോൾ
നേതാക്കൾ പറയുന്നത്. MLA-മാരുടെ യോഗം 48 പേരുടെയും യോഗം വൈകിട്ട് ചേർന്നു. പക്ഷേ മുഖ്യമന്ത്രി സംബന്ധിച്ച ചർച്ചകളിലേക്ക് ആ യോഗം പോയില്ല എന്നാണ് പറയുന്നത്. മാത്രവുമല്ല ചില പ്രധാനപ്പെട്ട പേരുകൾ ഇപ്പോഴും പരിഗണനയിലുണ്ട് എന്നറിയുന്നു. നേരത്തെ സൂചിപ്പിച്ച പർവേഷ് വർമ്മയുടെ പേര് ഇപ്പോഴും സജീവമായി തന്നെ ഉണ്ട്. ഇതുകൂടാതെ മുൻ അധ്യക്ഷൻ സതീഷ് ഉപാധ്യായ, വിജേന്ദ്ര ഗുപ്ത തുടങ്ങിയവരുടെ പേരുകളുണ്ട്. ശിഖ റോയുടെയും ബാൻസുരി സ്വരാജിന്റെയും പേരുകൾ ഇപ്പോഴും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ സംസ്ഥാന നേതൃത്വത്തിന് ചില പേരുകൾ ഉണ്ടെങ്കിൽ പോലും ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി മടങ്ങിയെത്തിയ ശേഷമായിരിക്കും ആ പ്രഖ്യാപനത്തിലേക്ക് BJP കടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പർവേഷ് വർമ്മ അടക്കമുള്ള പേരുകൾക്ക് മുൻഗണന ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. വിജേന്ദ്ര ഗുപ്തയുടെ പേരും ഈ ഘട്ടത്തിൽ ചർച്ചകളിൽ സജീവമായി തന്നെ തുടരുകയാണ്. ഏതായാലും നിലവിലും ചർച്ചകൾ തുടരും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന നേതാക്കളെ പ്രത്യേകം കാണും എന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ ഏതായാലും ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. 4 ദിവസത്തെ സന്ദർശനത്തിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ യാത്ര തിരിക്കുന്നത്. ഫ്രാൻസും ഒപ്പം തന്നെ US-ലും അദ്ദേഹം സന്ദർശിക്കും. അതിനുശേഷം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും ഇത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് നേതൃത്വം കടക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്.